After 40 years, I'm seeing you. I know. And that gives me immense pleasure to see you. How are you? How are you? Look at you. അങ്കിള് വന്ന് എന്നെ കാശ് വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട അങ്കിൾ, അത് മമ്മൂട്ടിയുടെ മോളോ. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയുടെ മോളോ ഇല്ല, ഞാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര കരഞ്ഞിട്ടാണ്. ഒന്നും മിണ്ടിയില്ല. അപ്പം ലൈറ്റ് പെട്ടെന്ന് പോയി. അപ്പം ഞാൻ ഇല്ല ഇല്ല എന്നും പറഞ്ഞിരുന്നു. ലൈറ്റ് വന്നു. ഞാൻ ചെയ്യാം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എല്ലാം ഞാൻ നോ നോ എന്ന് പറയും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം യെസ് എന്നങ്ങ് പറയാം. അതെന്താ കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ സാറിനെ കരിയില കാറ്റ് പോലെ ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സാറ് പറഞ്ഞ ദേശാടനക്കിളി കരയാറ്. അത് നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്, എൻ്റെ അനീതിയുടെ ക്ലാസ്മേറ്റ് സുചിത്ര എന്ന് പറഞ്ഞ ആൻറ്റിയുടെ സതി ആൻറ്റിയുടെ വീട്ടിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ തന്നെ. അതെ അതെ അതെ. ആണോ? അതൊന്നും എനിക്കറിയില്ല. അപ്പം ശരി. അയ്യോ അത് ശരി. ഓക്കെ. അപ്പം രാജാൻറ്റിയുടെ വീട്ടിലാണ്, ട്രിവാൻഡ്രമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓക്കെ കുഴപ്പം ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. സുചിത്രയുടെ ഉടുപ്പ് കൂടിയിട്ടുണ്ടെന്ന്. ആണോ? എൻ്റെ അനീതിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുചിത്ര. അപ്പം അങ്ങനെ തീർന്നു. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അങ്കിൾ പറഞ്ഞത് ദേശാടനക്കിളി കരയാറില്ല, ഞാൻ കാർത്തിക് വേണ്ടി റോൾ എഴുതുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അപ്പം അവിടെ വെച്ചിട്ടാണ് എന്താ ഈ കുട്ടീനെ ഞാൻ പരിചയപ്പെടുന്നത്. ഷാരിയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു. ആദ്യമേ ഞങ്ങൾ ഭയങ്കരമായിട്ട് ജെൽ ചെയ്തു. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഷി വാസ് സോ നൈസ് ടു മീ. ഷി ഹാഡ് എ ബോൾഡ് ക്യാരക്ടർ. എനിക്ക് ബോൾഡ് ക്യാരക്ടർ ഒന്നും ചെയ്യില്ല. ഞാൻ അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് മൈ കണ്ടീഷൻ ടു ഡു മൂവീസ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളുടെ ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഷൈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ ആ സമയത്ത് ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്താലും ആദ്യം നോന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡും പറയും, എന്ത് കാര്യം പറഞ്ഞാലും എല്ലാത്തിനും നോ പറയും. പക്ഷെ പിന്നെ സമയമാകുമ്പോൾ പിന്നെ അതങ്ങ് ചെയ്യും. ഇഷ്ടമുണ്ടായിട്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതങ്ങനെയാണ് എൻ്റെ സ്വഭാവം, അങ്ങനെയാണ്. പിന്നെ ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു 2 മൂവീസ് വിത്ത് പത്മരാജൻ അങ്കിൾ. അത് ഇത്രയൊരു ക്ലാസിക് ആണെന്നുള്ളതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് ഓരോ അതിനെ പറ്റിയിട്ടുള്ള റൈറ്റ്, ഇപ്പോൾ ആ ഒരു സ്റ്റോറിയാണെന്നൊന്നും എനിക്കറിയില്ല. അന്നൊന്നും നമ്മൾ സ്ക്രിപ്റ്റ് കണ്ടിട്ടേ ഇല്ല. സ്ക്രിപ്റ്റ് ഇല്ല. ഞാൻ ചെയ്ത സിനിമകളിലൊന്നും ഞാൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല. അപ്പം ഓൺ ദ സ്പോട്ട് ചിലരിന്ന് എഴുതുന്ന കാണാം. നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറയും, നമ്മളത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴാണ് അത് അറിയുന്നത്. ഇങ്ങനൊരു കൾട്ട് സിനിമസ് അങ്കിൾ അത്രയും ദൂരമായിട്ട് ചിന്തിച്ച് അന്നത്തെ കാലത്ത് അത് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴാണ്. എൻ്റെ എല്ലാ മൂവീസും നോക്കുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അന്ന് ആ ഒരു ഇതിൽ 2 ഇയേഴ്സ് ഞാൻ 20 മൂവീസ് ചെയ്തു നിർത്തി, അതങ്ങ് തീർന്നു. അപ്പം അല്ല, ഒരു മാസം അത്രയ്ക്ക് ഞങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പോലെ നമ്മളെല്ലാം നാട്ടിലൊക്കെ തന്നെയായിരുന്നു. ദൂരെ എവിടെയും ഞങ്ങൾ പോയിട്ടില്ല മൂവീസ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ അത്രയും സന്തോഷമായിട്ട് മീൻസ് അതിലൊക്കെ ഒരു ഭാഗമാണെന്ന് ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് അത്രയും കോംപ്ലക്സ് ക്യാരക്ടർ ഇത്രയും നന്നായിട്ട് ചെയ്ത് ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അങ്കിൾ അതാണെന്ന് പറയുമ്പോൾ അങ്കിൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ഒന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി. അതാണ് അതിലും വിശേഷപ്പെട്ട വേറൊരു കാര്യം. ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യുന്നു ഒന്നും പറഞ്ഞു. ഞാൻ എൻ്റെ രീതിയിലൊന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അഭിനയമാണോ അതൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും പറഞ്ഞാലും എനിക്ക് എന്താണെന്ന് അറിയാം. ഇപ്പോഴും വിളിച്ചാലും ഞാൻ ഓടും ആ സൈഡിലേക്ക് ഓടും. അത്ര പേടിയാണ്. എന്തിനും എനിക്ക് പേടിയാണ്. ഒരാളെ കൂടി ഓർക്കണം, ലത്തീഫ്ക. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ലത്തീഫ്ക ഇതിൻ്റെ മോളുമായിട്ട് ഞാൻ കുക്കുമായിട്ട് എനിക്ക് ടച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ നമ്പർ പോയോ എന്ന് എനിക്കറിഞ്ഞു. ലത്തീഫ്ക ആയിരുന്നു. എൻ്റെ അച്ഛനുമായിട്ടും ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതല്ലേ ദേശാടനക്കിളി കരയാറില്ല എന്നുള്ളതിൽ. അപ്പം എല്ലാവരും ഓർക്കുന്നു. സുരേഷ് ഉണ്ണിത്താനല്ല ഒരുപാട് പേരില്ലേ, ഒരുപാട് പേരുണ്ട്. ആരൊക്കെ? ദേവസിയാണോ? അല്ല, ആരാ? ദേവദാസ് ഉണ്ട്.
ചിത്രാഞ്ജലിയിലുണ്ടായിരുന്നു. അതെ അതൊക്കെ അന്നൊന്നും നമുക്ക് ആരും ഒന്നും അറിയില്ല. ഇപ്പോഴാണ് ഈ എല്ലാവർക്കും ഈ ബിഹൈൻഡ് ദ ക്യാമറയിലുള്ള ഞാൻ പ്രൊഡ്യൂസേഴ്സ് ആരാന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ബിക്കോസ് അച്ഛനാണ് അത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെ നമുക്കറിയാം എന്നല്ലാതെ ഈ ബിഹൈൻഡ് ദ ക്യാമറ നമ്മൾ ഒരിക്കൽ പ്രൊമോഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഒരു വ്യത്യാസം ഇന്നത്തെ സിനിമയും പണ്ടത്തെ സിനിമ. അപ്പം അന്ന് അത്രയും സ്നേഹത്തോടെ ആ ഒരു മാസം എന്ന് പറയുമ്പം എനിക്ക് അവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഐ സ്റ്റിൽ ഹാവ് കോൺടാക്ട് വിത്ത് എവ്രി വൺ, ഓൾമോസ്റ്റ് എവ്രി വൺ. ആൻഡ് ഐ എം സോ ഹാപ്പി. ഞാൻ എന്തെങ്കിലും എന്നെ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ ഈ 2 വർഷം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം അതെല്ലാത്തിനും നന്ദി, ദൈവത്തിന് നന്ദി. ഐ എം സോ ഹാപ്പി. താങ്ക് യു. ഇത്രയും സംസാരിക്കും അല്ലേ? സംസാരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ കൂടി പോവും. നല്ല മിണ്ടാതിരിക്കണേ. പിന്നെ നിർത്താൻ പറ്റില്ല. ബെല്ലും ബ്രേക്കും കാണില്ല. മനസ്സിലുള്ളതല്ലേ വരുന്നത്. ഞാൻ പഠിച്ചു പറയുന്നില്ലല്ലോ. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ മൈ മൈൻഡ്. ബിക്കോസ് ഇറ്റ്സ് ആഫ്റ്റർ 40 years I'm seeing you. And that gives me immense pleasure to see you. Even though we call and we text each other, but to see you in person, it's a different feeling for me. I consider everyone like that. സിനിമയാണെന്ന് വലിയ ആർട്ടിസ്റ്റാണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ള ഒറ്റൊരു ചിന്തയുള്ളൂ എനിക്ക്. ഐ ഹാവ് നോ ഫിലിമി ബാക്ക്ഗ്രൗണ്ട്. എങ്ങനെ ഞാൻ സിനിമയിൽ ചുമ്മാ അങ്ങ് ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ഇതൊന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കാണാത്തൊരു കാര്യമാണ്. ഐ എം ജസ്റ്റ് എൻ ഓർഡിനറി മിഡിൽ ക്ലാസ് ഗേൾ. ഓക്കെ. അപ്പം ഈ സിനിമയൊന്നും ഞാൻ അങ്ങനെയല്ല ഞാൻ ജീവിച്ചിട്ടുള്ളതും ഇപ്പം ജീവിക്കുന്നതും. സോ ചില ആൾക്കാർ സിനിമ ഞാൻ വെറും സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്കല്ല സിനിമയുടെ ഒന്നും എനിക്കില്ല. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, സോ ഐ ഫീൽ സോ ഹാപ്പി. ആൻറ്റിയൊക്കെ എപ്പോഴും എന്നെ കാണുമ്പോൾ എന്ത് സ്നേഹമെന്ന് അറിയാം ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആകെ ആൻറ്റി അങ്കിളായിട്ടൊന്നും നമ്മൾ അതൊന്നും പണ്ട് ഇൻറ്ററാക്ഷൻസ് ഒക്കെ കുറവല്ലേ. വി ഡോണ്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും നമ്മൾ വി ഡോണ്ട് ഗോ ആൻഡ് ടോക്ക്. ഈവൻ നമ്മൾ ഗേൾസ് സംസാരിക്കുന്നല്ല മറ്റൊരിടത്തുനിന്ന് നമ്മൾ പോയി സംസാരിക്കില്ലല്ലോ. ഒരു സീൻ കട്ടെന്ന് പറയുന്നത് നമ്മൾ മാറിയിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഗോ പ്രൊമോഷൻസും മറ്റും അതൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. അന്നും അറിഞ്ഞൂടാ, ഇന്നും അറിഞ്ഞൂടാ. സോ ഐ എം സോ ഹാപ്പി ഗോഡ് ഹസ് ഗിവൺ മീ ദിസ് ഓപ്പർച്യൂണിറ്റി. പാവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഐ ഫീൽ സോ ബാഡ്. ബിക്കോസ് അത് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു. ഐ വിൽ നോട്ട് ഗോ ഫോർ എ പബ്ലിക് ഒരു ഇതിനായിട്ട് ഞാൻ പോവില്ല എന്നുള്ളൊരു ഫിലിമിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ പാവം എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിലിവിടെ വന്നു. ആൻഡ് യു ഓൾസോ എഗ്രി ടു കം ആൻഡ് ദെൻ ആൻറ്റി ഓൾസോ എഗ്രി ടു കം. എൻ്റെ മദർ ലോൻ്റെ ഒക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് വരുന്നതിന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ആൻറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരല്ല. എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അതെല്ലാത്തിനും വലിയ അതാരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത്ര തന്നെ. ഇത് ഇത്രയ്ക്കും ഇപ്പോൾ വരെ ഈ പടത്തിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അത്ര ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. പത്മനാഭൻ സാർ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ മലയാള സിനിമ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം. യെസ്, ബിക്കോസ് ഓൺ ദാറ്റ് ടൈം ചെന്നൈയിലൊക്കെ ഈ BNC ആ മാതിരി പടങ്ങളൊക്കെ റിലീസായിക്കൊണ്ടിരുന്ന മലയാളം പടം എന്ന് പറഞ്ഞാൽ അതുമാതിരി പോസ്റ്റർ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ആ പോസ്റ്ററൊക്കെ കണ്ടിട്ട് പോയി വന്നിട്ട് അത് ഉണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ മലയാളം സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഐ സെഡ് നോ. My Amma was with me. She said, no. எங்கள் பேத்தியை எங்கள் கிராண்ட்ஸ் டாட்டரை வந்துட்டு மலையாள சினிமாக்கெல்லாம் விட மாட்டேன். We are looking for Telugu, Tamil, Kannadam and all. So he said, no, I am a very big director. എന്നൊക്കെ he self-introduced. പത്മനാഭൻ സാർ വന്നിട്ട് പറഞ്ഞു. അപ്പോഴും കൺവിൻസ് ആയില്ല ഞാൻ. பெரிய டைரக்டரா அப்படின்னா எவ்வளோ பெரிய டைரக்டர் എന്നൊക്കെ ചോദിച്ചു ഞാൻ. ഇங்கே யார் பெரிய டைரக்டர்? അപ്പോൾ ഭാഗ്യരാജ് പിന്നെ ബാലചന്ദ്ര സർ അവരൊക്കെ അവിടെ തമിഴിൽ they were ruling the industry. ஸோ ஐ சைட் அவங்கெல்லாம் தான் பெரிய டைரக்டர், எங்களுக்கெல்லாம் வந்து அவங்க படத்தில் பண்ணணுங்கிறது எங்களுடைய எய்ம் அப்படின்னு പറഞ്ഞപ്പോൾ நானும் அந்த அளவுக்கு இருக்கிற டைரக்டர் தான் എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് 2 കുട്ടികളുടെ പടം, ഇത് ഫിലിമാണ്. നീ വന്നിട്ട് ഹീറോ, പിന്നെ ഇനിയൊരു ക്യാരക്ടർ വരുന്നത് ഹീറോയിൻ. நான் ஹீரோவா? என்ன சார் நான் வந்து என்ன சார் நான் வந்து ஹீரோவா என்ன சொல்கிறீங்க?
அப்படின்னா திஸ் இஸ் ஒன்லி அபவுட் 2 சில்ட்ரன் സ്കൂളിൽ എസ്കേപ്പ് ആയി പോയിട്ട് ദേ ആർ ഫേസിങ് ദ അതർ കോൺസിക്വൻസസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അത് കുറച്ച് നെറേറ്റ് ചെയ്തു ഡയറക്ടർ സാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ദിസ് ഇസ് സച്ച് എ ബോൾഡ് ക്യാരക്ടർ, ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ, ഹൗ ക്യാൻ ഐ ഡു ദിസ്? എനിക്ക് മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല, ഇത് ഇത്രയ്ക്ക് പിന്നെ ഉള്ള സമയത്ത് ഐ കനോട്ട് ഡു ദിസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ நான் தான் இந்த படத்தோட டைரக்டர், ஐ வில் டீச் யூ, ஐ வில் ടേക്ക് കെയർ, യു ജസ്റ്റ് കം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ലൊക്കേഷനിൽ പോയപ്പോൾ ഫസ്റ്റ് ഷോട്ട് നമുക്ക് എടുത്തത് ഓർമ്മയുണ്ടോ സുനന്ദ? ഇല്ല, എനിക്കുണ്ട്. അപ്പോൾ പോയപ്പോൾ ലൊക്കേഷനിൽ പോയപ്പോൾ ഉർവശി ഉണ്ടായിരുന്നു, പിന്നെ ഇവരെല്ലാം ജലജ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഓൾറെഡി അവർ വന്നിട്ട് അവിടെ സ്റ്റാർസാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുത്തത് പ്ലേ ഗ്രൗണ്ടിൽ ഞാൻ ഇരുന്നിട്ട് ആ നീർക്കോലിയുടെ കഥ പറയും. അയ്യോ എത്ര വലിയ വലിയ ഡയലോഗാണ്, അത് സമ്മറെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെ എല്ലാം ഇവിടെ സ്കൂളിൽ യൂണിഫോം ഒക്കെ ഇട്ട് ഇവെല്ലാം ഭയങ്കര ചൂട്, ആ ഫ്ലോറിൽ ഇരുന്ന് ഇവിടെ ചൂട് അവിടെ ചൂട്, ഡയലോഗ് വരുന്നില്ല, എന്ത് ചെയ്യാൻ, അയ്യോ എന്നെ പിന്നെ വേണു നമ്മുടെ ക്യാമറമാൻ ഇത് അടുത്ത വിക്കറ്റ് പോവും. എനിക്ക് മനസ്സിലായില്ല എന്നാ യാർ എന്നെ சொல்றாங்க, ഒരു വാക്ക് പോലും മലയാളം എനിക്ക് അറിയില്ല. അപ്പോൾ അപ്പോഴാണ് ഇത്ര വലിയ ഡയലോഗൊക്കെ കൊടുക്കുന്നത്. ഞാനിരുന്ന് ഇങ്ങനെ വന്ന് പഠിക്കും. അപ്പോൾ എല്ലാം ഒരു 3-4 ടേക്കായി വന്നില്ല. അപ്പോൾ വേണു പറഞ്ഞു, അടുത്ത ടിക്കറ്റ് എടുത്തോളൂ ടു ചെന്നൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ സാറിനാ? ഇല്ല, ഇത് ഫസ്റ്റ് പൊണ്ണ് കിടയാത്, 4-5 പൊണ്ണ് വന്നാച്ച് പണിയാച്ച് പോയാച്ച് എന്നൊക്കെ. അപ്പോൾ അടുത്ത ടിക്കറ്റ് വിക്കറ്റ് ഔട്ട് ഞാൻ தான். But Unnithan and she helped me a lot. ഡയലോഗിയുടെ മീനിങ് ഒക്കെ പറഞ്ഞു തരും. ഞാൻ അവർ പറയുന്നത് കേട്ട് അങ്ങനെ മഗപ്പ് ചെയ്തിട്ട് പറയും. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞു തരും. ഷി വാസ് സച്ച് എ ഡാർലിംഗ്. യുനോ ഇനിയും എനിക്ക് ആ സീൻ എടുത്തു. പിന്നെ എനിക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി ഒരു 2-3 ഡേയ്സ് ആകുമ്പോൾ എന്നെ പറഞ്ഞു വിടും. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് ഒരു ചാലഞ്ചിങ് റോളാണ്. എനിക്ക് തന്നെ ഐ വാസ് നോട്ട് ദാറ്റ് ലൈക്ക് ഓപ്പൺലി പിന്നെ സംസാരിക്കുന്ന കുട്ടിയല്ല. ഐ ടോക്ക് വെരി ലിറ്റിൽ. അങ്ങനെയൊക്കെ ഉള്ളത് ഇത്ര ബോൾഡായിട്ട് ക്യാരക്ടർ എങ്ങനെ എന്നെ സെലക്ട് ചെയ്തു ആ ദൈവത്തിന് മാത്രം അറിയാം. ബിക്കോസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡയറക്ടർ പത്മരാജൻ സർ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഹിസ് ബ്ലെസ്സിങ്സ് ഓൺലി. യുനോ എൻ്റെ പേര് പോലും ഡയറക്ടർ സാറാണ് എനിക്ക് വെച്ചത്. ഷാരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് ഇതിൽ ഹി ഓൺലി ഗേവ് മീ ബെസ്റ്റ് നെയിം. യുനോ എൻ്റെ പേര് അതിൽ എൻ്റെ സ്വന്തം പേര് വേറെയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ ദാറ്റ് എനിമോർ. ഷാരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേര് വെച്ച് ഒരു ഗുരുസ്ഥാനം അപ്പാസ്ഥാനം എല്ലാമാണ് എൻ്റെ ഡയറക്ടർ. ആ പടത്തിൽ പിന്നെ ഒരു സീൻ യൂത്ത് ഹോസ്റ്റലിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിൽ വലിയ ഡയലോഗ്സ് ഒക്കെ നിമ്മി പോയിട്ട് സ്യൂസൈഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ചവിട്ടി പൊളിച്ച് എന്തൊക്കെയോ ഡയലോഗൊക്കെ പറയുന്ന ഒരു സീന്. ആ ഡയലോഗൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി ഞാൻ പഠിച്ചു. അപ്പോൾ ഷീ യൂസ് ടു സിറ്റ്. ഇനിയും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു എൻ്റെ അടുത്തിരുന്ന് ഇതെല്ലാം പറഞ്ഞു തരും. പിന്നെ സുരേഷ് ഉണ്ണിത്താൻ, ഐ ഡെഫിനറ്റ്ലി ഷുഡ് ടെൽ അബൌട്ട് ദറ്റ് പേഴ്സൺ. അവർ ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് വേണു, മൈ ക്യാമറമാൻ, co-stars ലാലേട്ടൻ, ഉർവശി, എവ്രിബഡി വെർ വെരി നൈസ്. എത്ര ടേക്ക് ആയാലും അതിന് ഒരു ഇതും ഇല്ല, കംപ്ലൈൻറ്റ് ഇല്ല. യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചെയ്യിപ്പിച്ച ക്യാരക്ടറാണ് അത്. അത് ഇപ്പോൾ വരെ എല്ലാവരും ആ ക്യാരക്ടർ ഓർത്തിട്ട് ഞങ്ങൾ 2 കുട്ടികൾ ഓടിയ പടമല്ലേ ദേശാടനക്കിളി എന്ന് പറയാൻ, അതില്ല 2 കുട്ടികൾ ചാടി പോകുന്ന ആ പടത്തിൽ അഭിനയിച്ചത് അങ്ങനെ ചോദിക്കും, പറയും. ദാറ്റ് ഈസ് സോ നൈസ്. ദെൻ ആഫ്റ്റർ ദാറ്റ് മൂവി അത് റിലീസായി. പിന്നെ ഊർവശിയെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു. എനിക്കപ്പോൾ ആരെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ആ പടമൊക്കെ ചോദിക്കാൻ എനിക്ക് അത്ര കോണ്ടാക്ട്സ് ഇല്ല. അപ്പോൾ ഊർവശിയുടെ വീട്ടിൽ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെ പടം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഊർവശിയുടെ അമ്മ എടുത്തു. ഷാരിക്ക് നല്ല പേരാണ്, നല്ല പടമാണത്, ഡോണ്ട് വരി, ഇറ്റ് ഈസ് എ ഹിറ്റ് മൂവി ഓൺലി. അപ്പോൾ അവർ പറഞ്ഞു. സോ ഇങ്ങനെ ഒരു നല്ല പടത്തിൽ അഭിനയിച്ചു. പിന്നെ എന്നിട്ടും എനിക്ക് പടം എതുവും വന്നില്ല. ഐ വാസ് അറ്റ് ഹോം, ഐ വാസ് ഡൂയിങ് മൈ സ്റ്റഡീസ്. ദെൻ അടുത്ത പടത്തിൻ്റെ നായികയെ സെലക്ട് ചെയ്യാൻ വേണ്ടി പത്മരാജൻ സാർ ചെന്നൈ വന്നു.
ചെന്നൈ വന്നപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ, നിൻ്റെ മൈൻഡിൽ ആരെങ്കിലും ഉണ്ടോ പിന്നെ ആ പടത്തിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ എനിക്ക് தெரியாது സാർ, தெரிஞ்சாൽ ഐ വിൽ ലെറ്റ് യു നോ എന്നൊക്കെ വെച്ചു. പിന്നെയാണ് എനിക്ക് ഐ കെയിം ടു നോ ദറ്റ് യു ഓൺലി ടോൾഡ്, പത്മരാജൻ സാർ ടോൾഡ് മീ. പിന്നെ വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ആ നായികയെ കിട്ടിയില്ല എന്നപ്പോൾ ഷാരി ആ പടത്തിൽ നന്നായി അഭിനയിച്ചല്ലോ, വൈ നോട്ട് യു പുട്ട് ഹെർ ഇറ്റ് സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി താൻ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പടവും എനിക്ക് കിട്ടി. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ എ ഹിറ്റ് മൂവി. ഈ 2 പടം വാസ് എൻ്റെ കരിയറിൽ എനിക്ക് മറക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു പടങ്ങളാണ് എനിക്ക്. ഈ പടമും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സോഫിയ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഭയങ്കര ഒരു സോഫ്റ്റ് റോളാണ്, ഒരു നല്ല കുട്ടിയാണ്. അതൊക്കെ ഇറ്റ് വാസ് വെരി ഈസി ടു ആക്ട്. ബട്ട് ദിസ് ക്യാരക്ടർ, ദിസ് സാലി ജോസഫ്, മൈ ഗോഡ്, ടെറിബിൾ ഷീ വാസ്. ഭയങ്കര ചാലഞ്ചിങ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ ഓൺലി അതെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ആൻഡ് താങ്ക്സ് டு மை டைரக்டர் பத்மராஜன் சார். அவங்க இல்லைன்னா இந்த ஷாரி இல்லை, அதுதான் உண்மை. ஸோ தேங்க்யூ அம்மா, தேங்க்யூ ஸோ മച്ച്. പിന്നെ ഷാരുടെ പടങ്ങൾ ഞാൻ നൊമ്പരത്തി പൂവ് ചെയ്തു, പിന്നെ അപരൻ ചെയ്തു, പിന്നെ സീസൺ ഞാൻ ക്യാരക്ടറേ ചോദിക്കില്ല. ആഫ്റ്റർ ദാറ്റ് പിന്നെ ദേശാടൻ്റെ കിളി മറ്റേ കുറച്ച് ആ നോട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ നമുക്ക് പാർക്ക് ആ മുന്തിരിത്തോപ്പുകൾ ചെയ്യുമ്പോൾ ഒരു വാക്ക് പോലും ഞാൻ ചോദിച്ചേ ഇല്ല. ഒരു 30 to 35 days ഡേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പാക്ക് ചെയ്തിട്ട് പുറപ്പെട്ടു ഞാൻ. പിന്നെ സെറ്റിൽ പോയി ഇരുന്നിട്ടാണ് ഇത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഡേ ഷൂട്ടിൽ സാറ് പറഞ്ഞു ഷാരിക്ക് ഇതിൽ ഒരു അവാർഡുണ്ട് എന്ന്. I really don't know. Some magic in his words, you know. அது ஒரு மெஜிஷியன் தான். பத்மராஜன் சார் வந்து நிஜமாவே ஒரு மெஜிஷியன். மை காட், அவர் வந்துட்டு അതുപോലെ ആ പടം റിലീസായി. പിന്നെ എനിക്ക് 86 സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആസ് ഹി സെഡ്, യു നോ, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിം ഫെയർ അവാർഡ് കിട്ടി, ക്രിറ്റിക്സ്, യു നോ വാട്ട് നോട്ട്. all his blessings only, all my aunties and സാറുടെ ബ്ലെസ്സിങ്സ് ആണ്. എനിക്ക് മറക്കാനേ പറ്റൂല. he is my godfather. He is my godfather കൂടെ വേണ്ട, god da. So I'm really grateful, and she is my very very dear friend. After 40 years we are 40 വർഷമായി. time flies actually. I'm so happy.